ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിനെ കണ്ട പോലെ തന്നെ നമ്മളൊരു പുതിയ വണ്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ബൈക്കാണ്. ബൈക്ക് ഇങ്ങനെ വാങ്ങിക്കാന്നല്ലാതെ ഞാൻ അധികം യൂസിങ് കുറവാണ്. മാക്സിൻ്റെ ആണെങ്കിലും നമ്മുടെ RX ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഗാരേജിൽ തന്നെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിടുക. ഒരു 3 മാസം കഴിയുന്ന സമയത്ത് സ്റ്റാർട്ടാക്കുക, ഒന്ന് ഓടിച്ചു നോക്കുക, പിന്നെ ഇങ്ങോട്ട് ഗാരേജിലേക്ക് കയറ്റുക, പിന്നെ മറ്റേ വണ്ടി എടുക്കുക, ഒന്ന് കറങ്ങി വരിക, ഇതേപോലെ തന്നെ ഇതിലേക്ക് കയറ്റുക. അങ്ങനെ ഓരോ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടികളൊന്നുമില്ല. അങ്ങനെ ഉപയോഗിക്കാത്ത വണ്ടികൾ ഒരു 4-5 വണ്ടീൻ്റെ കയ്യിൽ വേറെ തന്നെ ഉണ്ട്. നിങ്ങളെ കാണിക്കാത്ത വണ്ടികൾ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ 2 സ്ട്രോക്കിൽ ഒരു വണ്ടിയും കൂടെ നമ്മുടെ പേഴ്സണൽ വണ്ടി ആയിട്ടൊരു വണ്ടിയും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സാമുറായി ആണ്. ഞാൻ ഈ മാക്സിൻ്റെ നമ്മുടെ ഗ്രീൻ ബീസ്റ്റ് അത് എടുക്കണം മുന്നേ ഈ സാമുറായി എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഒരു മാക്സിൻ്റെ വെച്ചിട്ട് പിന്നെ ഒരു സാമുറായി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ കിട്ടിയ സമയത്ത് വാങ്ങിയൊരു വണ്ടിയാട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള ആ ഒരു വണ്ടിയുടെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്. അത്യാവശ്യം പണികൾ ആ വണ്ടിയിലുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റായി വാങ്ങിയിട്ടുള്ള നമ്മുടെ സാമുറായി. അപ്പോൾ സാമുറായിൻ്റെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാമുറായിക്ക് ശരിക്കും ഭയങ്കര നെസ്റ്റോൾജിയ വണ്ടിയാണ്. ഇതിനെക്കുറിച്ച് സുസുക്കി സീരീസ് അങ്ങനെ ഉപയോഗിച്ച് സുസുക്കി സീരീസ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടികൾ. ഇപ്പോൾ നമ്മളെ മുകളിലിരിക്കുന്ന ഇതിൻ്റെ നേരെ മുകളിൽ ഇപ്പോൾ സാമുറായി ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വാങ്ങിയതുണ്ട്. അതിൻ്റെ മുകൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. സുസുക്കിയിലെ നമ്മുടെ ബോസ് അവിടെ ഇരിക്കുന്നുണ്ട്. ബോസ് ഇതാ മുകളിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ സാമുറായി താഴെ ഇരിക്കുന്നുണ്ട്. ബോസ് മുകളിലിരിക്കുന്നുണ്ട്. ബോസേ, ഇപ്പോൾ തൽക്കാലം അപ്പോൾ അവിടെ നിൽക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാം, കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇറങ്ങാം. അവിടെ നിൽക്ക്. 30 വരെ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ അതുവരെയൊക്കെ നമുക്ക് അവിടെ പിടിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ബോസ് അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കുട്ടി ബോസ്, നമ്മുടെ ചെറിയ ബോസ്, ചെറിയ മുതലാളി ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയ മുതലാളി ഇതാ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ മുതലാളിനെയാണ് ഞാൻ ആദ്യം വാങ്ങിയത്, നമ്മുടെ ബോസിനെ. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ ചെറിയ മുതലാളിനെ വാങ്ങി. അപ്പോൾ ചെറിയ മുതലാളി നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സാമുറായിയുടെ നമ്മുടെ പേഴ്സണൽ വണ്ടിയിലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാണിച്ചു തരാം. KL02 കൊല്ലം രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. KL02 H8952. ഇതിന് ടാക്സി, ഇൻഷുറൻസ്, പുകടസ്റ്റ് എല്ലാം തെറ്റിക്കെടുക്കുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലിയർ ആക്കി എൻ്റെ പേരിലേക്ക് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ഏകദേശം 2 മാസമായിട്ട് 2 മാസം അല്ല, ഒരു 1.5 മാസത്തിന് മുകളിലായി ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയപ്പോൾ ഇത് വാങ്ങിയതാണ്. കോഴിക്കോട് നിന്ന് പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. ഇതിൽ കിട്ടിയപ്പോഴൊരു കൊണ്ടുവന്ന അതേ കണ്ടീഷനാണ്. ഇത് സൈഡ് കവർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഊരിച്ചാണിത്. ഭയങ്കര ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയപ്പോൾ ഊരിച്ചാട്ടോ. സ്റ്റോക്ക് കണ്ടീഷൻ. പിന്നെ ഇവിടെ ബാക്കിലൊരു ചെറിയൊരു കരിയർ വരും. ചെറിയ കരിയർ ഇവിടെ ഈ പോർഷനിൽ ഇങ്ങനെ ഒരു കരിയർ വരും. സാമുറായി ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. ഇവിടെ ഒരു സാമുറായി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ കസ്റ്റം ചെയ്തൊരു കരിയറാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതിൽ ഈ പോർഷൻ മാത്രം വരുന്ന കുറച്ചുകൂടെ വൈഡായിട്ടുള്ളതാണ് ഈ ഒരു കരിയർ വരും. അപ്പോൾ ആ കരിയർ ഇതിൽ മിസ്സിങ് ഉണ്ട്. അങ്ങനെ കുറച്ച് പാർട്സുകളൊക്കെ മിസ്സിങ് ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഓടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു റിങ്സ് അടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഉപയോഗിച്ച ആൾ ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട്, അതായത് ഓയിലിപ്പോൾ 100 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപക്ക് അടിക്കുന്ന രീതിയിലൊക്കെയാണ് തോന്നുന്നത് ഈ വണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ കൂട്ടി വെച്ച സമയത്ത് ചെറിയ മൈന്യൂട്ടായിട്ട് രീതിയിലെ റിങ്സ് അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാര്യമാക്കേണ്ട ആവശ്യമില്ല. സുസുക്കിൻ്റെ ഈ സാമുറായി മാക്സിൻ്റെ ഈ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളൊക്കെ എന്തായിരുന്നു നല്ല ഓട്ടോടും. പിസ്റ്റം പൊട്ടാനായാലും ഒരു കൊല്ലമൊക്കെ ഓടും. നല്ല പൊളിക്കാൻ പറ്റിയ എഞ്ചിനാണ് ഇത്. അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല. പിന്നെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാക്സിൻ്റെ സാമുറായി ഈ സീരീസിൽ സുസുക്കി വരുന്ന സീരീസിൽ ഈ ഒരു വാഹനങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. RX ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ എൻ്റെ നേരേക്ക് വരേണ്ട. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ RX ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജംഗ്ഷനൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശരിക്കൊരു ന്യൂട്രാവുന്നൊരു കളിയുണ്ട്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, ക്ലച്ചിൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് സുസുക്കി സാമുറായി മാക്സിൻ്റെ ഷോഗൻ ഈ വണ്ടിയിൽ നമുക്ക് പ്രോപ്പർ ഗിയർ കൈകാര്യം. അതായത് ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, ഫോർത്ത് ഇട്ട്, ഫസ്റ്റ് ഇട്ട്, സെക്കൻഡ് ഇട്ട്, തേർഡ് ഇട്ട്, ഫോർത്ത് ഇട്ട്, അങ്ങനെ പ്രോപ്പർ ക്ലിയറൻസിലാണ് ഗിയർ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ആവുക. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലച്ച് അത്രയും കെയർ ചെയ്യാതെ, ക്ലച്ച് ഡിസ്ക് ഒന്നും മാറാതെ, പ്രഷർ പ്ലേറ്റ് ഒന്നും മാറാതെ, അത്രയും ക്ലച്ച് പക്ക ഡാമേജ് ആകുമ്പോഴൊക്കെയാണ് ഇതിൽ ഗിയർ കൊടുക്കുക. ഈ വണ്ടിയിൽ അങ്ങനെ
ഞാൻ ഉപയോഗിച്ച ഒട്ടുമിക്ക വണ്ടികളിലും ഗിയർ കുടുങ്ങിയിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. RX-ൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴും കുടുങ്ങാം. RX-ലാണ് എപ്പോഴും ഗിയർ കുടുങ്ങുന്നൊരു സംഭവമൊക്കെ വരാറുള്ളത്. അതിനൊരു മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് RX-ൻ്റെ കിക്കറിൻ്റെ ഷാഫ്റ്റ് പുറത്തേക്ക് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കിക്കർ ഷാഫ്റ്റ് ഒന്നും ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പല്ല. എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിക്കർ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കിക്കർ ഷാഫ്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ പണി പാളും, എഞ്ചിൻ കംപ്ലീറ്റ് ഇറക്കേണ്ടി വരും. RX-ൻ്റെ ആണെങ്കിൽ സുഖമാണ്, നമുക്ക് കിക്കർ ഷാഫ്റ്റ് നമുക്ക് ക്ലച്ച് സൈഡ് അയച്ചാൽ തന്നെ കിക്കർ ഷാഫ്റ്റൊക്കെ മാറ്റാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത് RX-ൽ കുറച്ചുകൂടെ ഗിയർ കൊടുക്കുന്നത് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, അതിൻ്റെ സയൻറ്റിഫിക് വിഷയങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാം. ക്ലച്ചിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് മെയിനായിട്ട് വരാറുള്ളത്. അതേപോലെ തന്നെ RX-ന് ഇവിടെ ഗിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ബോൾട്ട് വരാറുണ്ട്. അതൊക്കെ അലൈൻമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറിയാൽ ഗിയർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് ഡോർ അപ്പുറത്തെ സൈഡ് ഡോർ അവിടെ കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് തൂഫാനായിട്ടാണ്. ഇതിലിപ്പോൾ പെയിൻറ്റിങ് ഫുള്ള് കംപ്ലീറ്റ് തീർക്കണം. ഇതിന് പറ്റിയൊരു കളറ് പെയിൻറ്റ് ഏതാണെന്നുള്ളത് ഇപ്പോൾ ആരെങ്കിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെക്കമെൻഡ് ചെയ്യുക. എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളറിൽ അടിക്കാനാണ്. കാരണം എനിക്ക് ഈ നമ്മുടെ മാക്സ് സെൻറ്ററുടെ പെയിൻ്റ് അടിച്ച സമയത്ത് ഇത് വൈറ്റ് കളർ അടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ വണ്ടി എനിക്ക് ഗോൾഡ് അടിച്ചത്, ഈ ഗോൾഡ് അടിക്കുമ്പോൾ നല്ല എന്തായിരുന്നു ഗോൾഡ് ആവും, ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അടിച്ചാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയൊരു നേക്ക് തോന്നിയിട്ടില്ല ഈ കളറിൽ. എന്തായാലും കളർ മാറ്റാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്തായാലും കളർ മാറ്റും, വൈറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറൊക്കെ അടിക്കും. പിന്നെ ഇത് ഞാൻ നമ്മുടെ കളർ ആദ്യം ഇതായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ ഉള്ളൊരു കുറച്ച് ഡാർക്ക് കളറുള്ള ഫിനിഷുള്ളൊരു കളറാണിത്, ഗ്രീന്. അപ്പോൾ അത് അടിച്ചതാട്ടോ, ഇതിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അത് അടിച്ചതാണ്. ഞാനിപ്പോൾ ഈ വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ലീഗലായിട്ട് ഇപ്പോൾ നമ്മുടെ എൻ്റെ ബാക്കിലെടുക്കുന്ന ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, നോക്കട്ടെ. എൻ്റെ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ ഷോഗണാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ലോങ് പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും. കൺഫേം ആണ് ഫൈൻ കിട്ടും. MVD പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. വണ്ടി അവർ കൊണ്ടുപോകും, ചിലപ്പോൾ അവർ കൊണ്ടുപോയി തന്നെ വരും. കാരണം അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ആ വണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ സ്പെക്കല്ല വണ്ടി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോങ് പോകാൻ, ഞാനിപ്പോൾ ഈ മാക്സിൻ്റെ സാമുറായി ഇത് വെച്ചിട്ട് ലോങ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ട്രാവൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ഇറക്കുന്ന സമയത്ത് എന്തായാലും എനിക്ക് റോഡ് ലീഗലായിട്ട് എനിക്ക് അത്യാവശ്യം വണ്ടി പോയാലും കൈ കാട്ടാത്ത, നമ്മളിപ്പോൾ അത്യാവശ്യം പോയാലും MVD മുന്നിൽ കൂടുതൽ പോയാലും കൈ കാട്ടാത്ത രീതിയിലുള്ള വണ്ടിയായിരിക്കും ഞാനിത് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ വണ്ടികളിലും എന്തെങ്കിലുമൊക്കെ പിടിക്കുന്ന ഒരു സാധനം ഞാൻ കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ അധികം മോഡിഫിക്കേഷനും കാര്യങ്ങളും വരുത്താതെ എനിക്ക് അത്യാവശ്യം പുറത്ത് പോകുന്ന സമയത്തും കേരളത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. വണ്ടീനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതിൽ എനിക്ക് കളറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൺഫ്യൂഷൻ, ഏത് കളർ അടിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓക്കെ ആക്കാം. പിന്നെ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് ഞാൻ തുടങ്ങും. വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യും. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. നമ്മുടെ ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സർവീസ് സെൻ്ററായിരുന്നു നമ്മൾ എല്ലാ വണ്ടികളും പണിതിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സർവീസ് സെൻ്ററിൽ നിന്ന് എടുത്താണ്. അതേപോലെ തന്നെ ഈ 2 വണ്ടികളൊക്കെ നമ്മൾ സർവീസ് സെൻ്ററിൽ നിന്നാണ് നമ്മൾ പണിയെടുത്തത്. അതേപോലെ ഈ വണ്ടി ഞാൻ ഒരു ദിവസം കൊണ്ട് എഞ്ചിൻ പണി എടുത്ത് കയറ്റിയ വണ്ടി കേട്ടോ. സഡബടേച്ചിട്ട് പരിപാടിയായിരുന്നു. അതായത് ഈ വണ്ടിയൊക്കെ പണിയെടുക്കുക. അപ്പോൾ ഈ മാക്സിൻ്റെ സാമുറായി, RX ഈ കാറ്റഗറിയിലെ വണ്ടികൾ പണിയെടുക്കുക പറഞ്ഞാൽ അത്യാവശ്യം ആ ഒരു മൂഡ് തന്നെ വേണം. മൂഡില്ല എന്നുണ്ടെങ്കിൽ പണി നടക്കില്ല. ഈ വണ്ടി പെട്ടെന്ന് അയച്ച് നേരെ ലെയ്ത്ത് കൊണ്ടുപോയിട്ട് വൈകുന്നേരം ലെയ്ത്ത് കൊണ്ടുപോയി കൊടുത്ത് അപ്പോൾ തന്നെ ക്രാങ്ക് കാര്യങ്ങളൊക്കെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്രാങ്കും പിസ്റ്റനും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ തന്നെ വൈകുന്നേരം ഇരുന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി റോട്ടുമ്പോൾ ഇറക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ എഞ്ചിൻ പണി ഉണ്ടായിരുന്നു, എഞ്ചിൻ പണി എടുത്ത്. അപ്പോൾ ഈ വണ്ടിയിൽ എഞ്ചിൻ പണിയില്ല, അതാണ് വലിയൊരു ആശ്വാസം. എഞ്ചിൻ പണിയില്ല. പിന്നെ ഒരു വൃത്തിയാക്കാനുള്ള ഒരു ഇതുണ്ട്, SGVയിലൊക്കെ ചെയ്ത് ഫ്രണ്ട് ഒന്ന് ഹൈറ്റൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് ഓടിക്കാൻ ലോങ് പോകുന്ന രീതിയിലുള്ള കംഫർട്ടുള്ള രീതിയിലുള്ള ഒന്ന് ആക്കിയെടുക്കാനുണ്ട്. അതേപോലെ ഇതിൽ ചെയ്യാനുള്ളൂ. ഇതിൽ സൈലൻസർ ഞാൻ RXൻ്റെ സൈലൻസർ കയറ്റിയതാട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സൈലൻസർ മാറ്റണം, ചാമ്പർ ഇടണം. മാക്സ് സെൻ്ററിന് വരുന്ന ചാമ്പർ ഞാൻ ഇതിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മാക്സ് സെൻ്ററിൽ എന്തായാലും RXൻ്റെ സൈലൻസർ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇതിൽ ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെയ്സൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നമുക്കൊന്ന് ഫുള്ളൊന്ന് ഇപ്പോൾ ഫസ്റ്റ് വാഷിങ് ഞാൻ ചെയ്ത് ഇറക്കിയ കേട്ടോ. പക്ഷേ വൃത്തിയായിട്ടില്ല, തുരുമ്പായതുകൊണ്ട്. കണ്ടോ, ചെയ്സും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്. ചെയ്സൊന്നും വല്ലാതെ കുഴപ്പമില്ല. റിമ്മും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പിലാണ് സാധനം നിൽക്കുന്നത്. അപ്പോൾ സാമുറായിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇപ്പോൾ ഈ സുസുക്കി സീരീസ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ്, ഈ വണ്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് കിട്ടുന്ന വണ്ടികളാട്ടോ. ഈ മറ്റേ സാമുറായി, മാക്സ് 100
RX ഇത് RX ഫീലിംഗ് ഇല്ല എന്നല്ല, RX വേറൊരു മൂഡാണ്. അതൊന്നും വെച്ചിട്ട് എന്ത് ചെയ്യരുത്, സാമുറായി മാക്സിനൊന്നും കമ്പയർ ചെയ്യരുത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളൊക്കെയാണിത്. ഇത് ഞാൻ പറയുമ്പോൾ സാമുറായി മാക്സിനൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി കൊടുക്കരുത്. വേറെ വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊടുക്കരുത്. കാരണം നിങ്ങൾക്ക് 2 സ്ട്രോക്കിൻ്റെ ഒരു വൈബ് എപ്പോഴും നിലനിർത്താൻ പറ്റിയ ആ ബഡ്ജറ്റിലുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ എപ്പോഴും ആ വണ്ടി കൊടുക്കാതെ വേറൊരു വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാനിപ്പോൾ ഈ പരിപാടി തുടങ്ങിയ ശേഷം എൻ്റെ കയ്യിലുള്ള ഒരു വണ്ടി ഞാൻ എന്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാ വണ്ടികളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആകെ കൊടുത്ത എൻ്റെ സ്പ്ലെൻഡറാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഫസ്റ്റത്തെ വണ്ടി എൻ്റെ സ്പ്ലെൻഡറായിരുന്നു. അത് കൊടുത്തിട്ടാണ് ഞാൻ RX എടുത്തത്. അപ്പോൾ ഈ വണ്ടി ഡെമ്മി വണ്ടി കേട്ടോ, അത് നോക്കണ്ട, ഇതൊന്നും ഓടൂല. അപ്പോൾ എന്നെ അറിയണവരൊക്കെ എന്നെ പേഴ്സണലി എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്ലെൻഡറിന്, ആ സ്പ്ലെൻഡറിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ കൊടുത്തത്. പിന്നെയാണ് ഞാൻ RXലേക്ക് വന്നത്. അന്നേ RX എടുക്കുക എന്നുള്ള മൈൻഡിലാണ് ഈ സ്പ്ലെൻഡർ എടുക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഈ സ്പ്ലെൻഡർ എടുത്താൽ നല്ല വിലക്ക് വിറ്റ് RX എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിൻ്റെ സാമുറായൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കയ്യിൽ തന്നെ വെക്കുക, എന്നിട്ട് പുതിയൊരു വണ്ടി എടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് കാര്യം. റിന്യൂവലൊന്നും കിട്ടാത്ത സീനില്ലല്ലോ, പിന്നെന്താ കയ്യിൽ വെക്കണോണ്ട്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മളെടുത്ത്, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വണ്ടി എടുത്തപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ലോങ് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ സെറ്റാക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ലോങ് പോകണമെന്നുണ്ട്. മാക്സ് 100ഉം സാമുറായി എടുത്തിട്ട് ഞങ്ങൾ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് അത്യാവശ്യം ലോങ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വണ്ടി സെറ്റാക്കാം. ഇപ്പോൾ ഷോഗൻ ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മൾ ചെയ്യുമ്പോൾ, ചിലപ്പോൾ മൂഡ് മാറിനനുസരിച്ചാവട്ടോ. എനിക്ക് ഓരോ വണ്ടി കാണുമ്പോഴും ഓരോ മൂഡുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്നതനുസരിച്ചായിരിക്കും വണ്ടി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. ടൈമിനനുസരിച്ചായിരിക്കും രജിസ്ട്രേഷൻ. ചിലപ്പോൾ ലാഗാവും, ചിലപ്പോൾ ചട്ടപ്പട്ടയച്ചിട്ട് പരിപാടി ചെയ്യും, വണ്ടി കയറ്റും, വണ്ടി എടുത്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ബിസിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പുറത്ത് പേജ് കാണാം. ബൈ ബൈ.